ഞാനൊരു അമ്മ എന്ന നിലയിൽ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഫസ്റ്റ് കാര്യം, എനിക്കൊരു ആൺകുട്ടി ഉള്ളത്, ഒരു പെൺകുട്ടിയുണ്ട്. അപ്പം രണ്ടാൾക്കും ഞാൻ ഒരുപോലെ, അവന് അത്രയും ആയിട്ടില്ല, മനസ്സിലാവേണ്ട, എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ അത്രയും ആയില്ല, അവൻ ചെറുതാണ്. എന്നാലും ഞാൻ എൻ്റെ മോക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഗുഡ് ടച്ച് ബാഡ് ടച്ച്. അതായത് ഒരാൾ നമ്മളോട് സമീപിക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്, ഏത് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് ആരായാലും, പുറമേ നിന്നുള്ളവരായാലും, അത് നല്ല രീതിയിൽ ഞാൻ എൻ്റെ മോക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സത്യസന്ധത. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, മറ്റുള്ളവരത് നമുക്ക് ആവശ്യമില്ല, നമ്മളത് നമുക്ക് മതി. അതായത് എന്ത് കള്ളം, മാർക്കിൻ്റെ കാര്യത്തിൽ, സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിലായാലും എല്ലാം സത്യസന്ധമായ രീതിയിൽ നമുക്ക്, ഇപ്പം ഓൺലൈനിലെല്ലാം എക്സാം വന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്തെല്ലാം ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ ചെയ്തത്. അതിപ്പം സ്കൂളിലെ മിസ്സുമാർ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോട്ട്. ഓൺലൈനായിട്ട് ക്ലാസ് വെക്കുന്ന സമയത്ത് എക്സാം വെക്കും. ഇവരെ സ്കൂളിൽ എന്ന് വെച്ചാൽ ഡെയിലി എക്സാമാണ്. അപ്പോൾ ഓൺലൈനിലായാലും എക്സാം വെക്കും. അപ്പോഴും മിസ്സ് പറയുന്നത് എന്ന് വെച്ചാൽ, ഞങ്ങൾക്കറിയാം അമ്മമാർ ഹെൽപ്പ് ചെയ്യും, എന്തെന്നെയായാലും ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്കറിയാമെന്ന് പറയും. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ ഇതുവരെ എൻ്റെ മോളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാൻ പറയും, മോളെ മാർക്ക് കുറഞ്ഞാൽ കുഴപ്പമില്ല, മോൾക്ക് അറിയുന്നത് മോളെ എഴുതിയാൽ മതി. ഞാൻ പഠിപ്പിക്കും, എക്സാമിന് മുന്നേ വരെ അവളെ പഠിപ്പിക്കും. പക്ഷെ ഞാൻ പറയും, ഞാൻ മാറി അങ്ങോട്ട് നിൽക്കും. അവളെന്നെ നോക്കും ഇടയ്ക്ക് എക്സാമിൻ്റെ സമയത്ത്. ഞാൻ പറയും, അറിയുന്നത് എഴുതിയാൽ മതി. മാർക്ക് ഇതിപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത അവൾക്ക് മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അവൾ സ്കൂളിൽ പോയി കഴിയുമ്പം ഏത് രീതിയിലാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനത് എൻ്റെ മോക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. ഞാൻ എൻ്റെ മക്കളോട് രണ്ടാളോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആരെയും കളിയാക്കരുത്. നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ എൻ്റെ മക്കൾ ആരെയും കളിയാക്കരുത്. ആരോടും അവർക്ക് നല്ലത് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അവർക്ക് നല്ലത് ചെയ്തിട്ടില്ലെങ്കിലും മക്കൾ വേണ്ടില്ല. അവർക്ക് നമ്മളാൽ ഒരു ദ്രോഹവും ചെയ്യാൻ പാടില്ല. അത് എത്രത്തോളം ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്ക് മതി ആൾക്കാർക്ക് എത്രത്തോളം വിഷമം വരും. അയ്യോ കഴിഞ്ഞോ? ഞാൻ വിചാരിച്ചില്ല ഞാൻ 3 മിനിറ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. എനിക്ക് നികിനയുടെ ലാസ്റ്റ് റെസ്പോൺസില് അയ്യോ കഴിഞ്ഞു ബസറ സൗണ്ട് കേട്ടപ്പോ എനിക്ക് വേറൊരാളുടെ മുമ്പത്തെ ഒരു എപ്പിസോഡിലെ റെസ്പോൺസ് ആണ്, ബസർ അടിക്കാൻ മറന്നു പോയാ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു.